ഹലോ, വീണ്ടും മാമ്പഴത്തിൻ്റെ ഒരു ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട്. മാമ്പഴക്കാലം കഴിയുന്നത് വരെയും ഇതെല്ലാം സഹിച്ചേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാമ്പഴത്തിരിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ വളരെ വേണ്ടപ്പെട്ട ഒരാളെന്ന് ചോദിച്ചു, മാമ്പഴ പുളിശ്ശേരിയുടെ ആ വീഡിയോ ഒരു റെസിപ്പി ആയിട്ട് ഇടാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് മാമ്പഴം, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതാണ് മെയിൻ ഐറ്റം. നെയ്യ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം ഓപ്ഷനാണ്, പിന്നെ ഉപ്പ്, ഉലുവ, കടുക്. മാമ്പഴത്തിന് പുളി കുറവാണെങ്കിൽ കുറച്ച് ശർക്കര നമുക്ക് ചേർക്കാം. പിന്നെ നമ്മുടെ വറ്റൽമുളക്, നല്ല പുളിയുള്ള തൈര്, പിന്നെ തേങ്ങ. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ അകത്ത് മാമ്പഴം നമ്മൾ കുറച്ച് ഉടച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉടച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, 2 പച്ചമുളകും ഇട്ട് നമുക്ക് മാമ്പഴം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അരപ്പിൽ കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ജീരകം ഞാൻ മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊരു മെഴുക് പോലെ നമുക്ക് അരച്ചെടുക്കാം. അതിനിടയ്ക്ക് നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് തൈരും കൂടി ഒഴിച്ച് അരപ്പ് ഒന്നും കൂടി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാമ്പഴം അതിൻ്റെ അകത്ത് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കാരണം അതിൻ്റെ ആ മണം നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. കുറച്ച് ആ അരപ്പെല്ലാം കൂടി അതിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് പോകാതെ നോക്കുക. തിളച്ച് പോയി കഴിഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി കുളമായി പോകും എന്ന് പറയാം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായി ചൂടായി നല്ല വറ്റി ഒരു വിധം വരുമ്പോഴത്തേക്കും തിളക്കരുത് പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് വറവിട്ട് കൊടുക്കുക. നെയ്യിൽ തന്നെ വറുത്തിടണം, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നെയ്യിൽ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നമ്മുടെ കടുക്, ഉലുവ, അതുപോലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് താളിച്ചെടുക്കുക. നന്നായി താളിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിയിലിട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ എന്നാ ഒരു മണവും അതിൻ്റെ ആ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റ് ആയിരിക്കും. കാരണം ഞാൻ ഇട്ടേക്കണ മാമ്പഴത്തിൽ ശർക്കര ഇട്ടിട്ടില്ല. കാരണം ഓൾറെഡി ഇതിനകത്ത് നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് അത്രയും മധുരമുള്ള മാമ്പഴം കിട്ടിയെങ്കിൽ മാത്രം ശർക്കര ഇട്ടാൽ മതി കേട്ടോ. അപ്പം നല്ല മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ചോറ് കൂട്ടി കഴിക്കാൻ എന്നാ ടേസ്റ്റ് ആണെന്നറിയാമോ. ഒരു രക്ഷയില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നല്ലേ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.